Dear students, നമുക്ക് S4 ടോപ്പിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 21th സെക്ഷനാണ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. ഓക്കെ, ചാപ്റ്റർ 6 ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ലീനിയർ സ്പേസിന് നമ്മളൊരു ജോമെട്രിക് സ്ട്രക്ചർ കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ചില യൂക്ലിഡിയൻ ഡിസ്റ്റൻസിൻ്റെ നോംസ് ഒക്കെ നമുക്കറിയാം. അതുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. ഓക്കെ, ഈ ഇതിൽ നമ്മൾ ലീനിയർ സ്പേസിന് ഒരു ന്യൂ സ്ട്രക്ചർ കൊടുക്കുന്നതാണ്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഡോട്ട് പ്രോഡക്റ്റ്. രണ്ട് വെക്ടേഴ്സ് വന്നാൽ രണ്ടിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ എടുക്കാൻ നമുക്കറിയാം. ഇപ്പോൾ നമ്മളിവിടെ രണ്ട് വെക്ടേഴ്സിനെ കൺസിഡർ ചെയ്യുന്നു. എക്സ് ഈക്വൽ ടു ordered pair x of 1, x of 2 and y equal to y of 1, y of 2 ordered pair in R2. Then x dot y നമുക്കറിയാം. x dot y equal to x of 1, y of 1 plus x of 2, y of 2. Term wise നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. ഓക്കെ, then if x നമുക്ക് cosine rule അപ്ലൈ ചെയ്യാം. x not equal to 0, y not equal to 0, then x dot y equal to root x of 1 square plus x of 2 square into root y of 1 square plus y of 2 square cos theta, where theta is the angle between x and y and satisfying 0 less than or equal to theta less than or equal to pi. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ഓഫ് 1 വൈ ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 വൈ ഓഫ് 2 ആൻഡ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ദിസ് നോ. ദെൻ നമുക്കറിയാം എക്സ് ഡോട്ട് എക്സ് വൈക്ക് പകരം നമ്മൾ എക്സ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമുക്ക് എക്സ് ഓഫ് 1 ഇൻറ്റു എക്സ് ഓഫ് 1 പ്ലസ് എക്സ് ഓഫ് 2 എക്സ് ഓഫ് 2 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് എക്സ് ഓഫ് 1 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 2 സ്ക്വയർ. ദാറ്റ് ഈസ് ഇവിടെ എക്സ് ഡോട്ട് എക്സ് equal to x1 square plus x2 x1 x of 1 square plus x of 2 square. Okay, then നമുക്കതിൻ്റെ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അറിയാം. റൂട്ട് ഓഫ് എക്സ് ഓഫ് 1 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 2 സ്ക്വയർ. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് ഫോർമുലയുമായിട്ട് നമുക്കറിയാം. നമുക്ക് 0-ൽ നിന്ന് അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ് റൂട്ട്. അതിൻ്റെ പേഴ്സ് എക്സ് ഓഫ് 1 എക്സ് ഓഫ് 2 ആണെങ്കിൽ ആ റൂട്ട് എക്സ് ഓഫ് 1 സ്ക്വയർ പ്ലസ് എക്സ് ഓഫ് 2 സ്ക്വയർ. ഇതൊരു ഡിസ്റ്റൻസ് നോമാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഡിഫൈൻ എ സിമിലർ ഓപ്പറേഷൻ ഓൺ ആൻ ആർബിട്രറി ലീനിയർ സ്പേസ് ഓവർ കെ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ ഫീൽഡാണ്. അത് നമുക്ക് ആർ അല്ലെങ്കിൽ സി ആയിരിക്കും. സി നമുക്കറിയാം കോംപ്ലക്സ് പ്ലെയിൻ ആണ്, ആർ എന്ന് പറയുമ്പോൾ റിയൽ ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഐ ഈക്വൽ ടു റൂട്ട് ഓഫ് -1 എക്സെട്ര എക്സെട്ര. ഇനി നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് എന്താണെന്ന് നോക്കാം. എക്സ് എന്ന് പറയുന്ന ഒരു ലീനിയർ സ്പേസ് ഓവർ കെ ആണ്. ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് inner product on x is a function. ആ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഫ്രം എക്സ് ക്രോസ് എക്സ് ടു കെ സച്ച് ദാറ്റ് ഫോർ ഓൾ എക്സ് വൈ ഇസഡ് ഇൻ എക്സ് ആൻഡ് കെ ഇൻ കെ that satisfies some properties. Okay, അപ്പോൾ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഫ്രം എക്സ് ക്രോസ് എക്സ് ടു കെ. എക്സ് ക്രോസ് എക്സ് എന്ന് പറയുന്നത് ലീനിയർ സ്പേസ് ആണ്. എക്സ് ക്രോസ് എക്സിൽ നിന്ന് കെയിലേക്ക് നമ്മൾ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, കെ എന്ന് പറയുന്നത് ഒന്നുകിൽ ആർ ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും. ഓക്കെ, അന്നേരം ആ ഫംഗ്ഷൻ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. പണ്ട് നോം നമ്മൾ പറഞ്ഞ പോലെ അതേപോലെ തന്നെ ഇവിടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 and inner product x is equal to 0 if and only if x equal to 0. Linearity in the first variable. First variable ന് linearity ഉണ്ട്. Inner product x plus y z equal to ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. Inner product x z plus inner product y z
and inner product kxy equal to k into inner product xy. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് വേരിയബിളിന് ലീനിയാരിറ്റി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഇതിന് ഇന്നർ പ്രോഡക്റ്റ് എക്സ് സെഡ് പ്ലസ് ഇന്നർ പ്രോഡക്റ്റ് വൈ സെഡ് കെ എക്സ്. ഇപ്പോൾ ഫസ്റ്റ് വേരിയബിളിലാണ് കെ എക്സ് വരുന്നതെങ്കിൽ നമുക്ക് കെ ഡയറക്റ്റ് ഇങ്ങനെ പുറത്തോട്ട് എടുത്താൽ മതിയാവും. നെക്സ്റ്റ് ഈസ് കോൺജുഗേറ്റ് സിമെട്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് എന്ന് പറയുന്നത് ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ബാർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം കോൺജുഗേറ്റ് ലീനിയർ. അപ്പോൾ നമുക്കിവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് the inner product is conjugate linear in the second variable. സെക്കൻഡ് വേരിയബിളിൽ നമുക്ക് കോൺജുഗേറ്റ് ലീനിയർ ആണുള്ളത്, മറ്റേത് ഫസ്റ്റ് വേരിയബിൾ നമുക്ക് ലീനിയർ ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നോക്കാം. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ പ്ലസ് ഇസഡ്, ഇതിനെ നമുക്ക് മുമ്പത്തെ കൂട്ടിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ പ്ലസ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് ഇസഡ് ആൻഡ് ഇന്നർ പ്രൊഡക്റ്റ് കെ വൈ. ഓക്കെ, ഇന്നർ പ്രൊഡക്റ്റ് കെ വൈ നമുക്കറിയാം. ഇതിനെ നമുക്ക് രണ്ട് ഈ കോൺജുഗേറ്റ് സിമെട്രി വെച്ചിട്ട് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് കെ വൈ എക്സ് എന്നെഴുതാം. ഇന്നർ പ്രോഡക്റ്റ് കെ വൈ എക്സ് ബാർ. ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ആയപ്പോൾ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ ബാർ. അപ്പോൾ ഇതിനെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് കെ വൈ എക്സ് ബാർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് കെ ബാർ എന്ന് എഴുതി അവിടുന്ന് നമ്മൾ കെയെ പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഉള്ളത് ബാറാണ്, അതുകൊണ്ട് കെ ബാർ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഇന്നർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയത് കെ വൈ എക്സ് ബാർ ആണ്. ഞാൻ ആ കെയെ പുറത്തോട്ട് എടുത്തു, ഡയറക്റ്റ് പുറത്തെടുത്തു. അപ്പോൾ നമുക്ക് ബാർ മേളിലുണ്ട്. അപ്പോൾ കെ ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് ആണുള്ളത്. ദെൻ ഇന്നർ പ്രോഡക്റ്റ് വൈ എക്സ് അതിനെ ഞാൻ വീണ്ടും തിരിച്ചു. അപ്പോൾ നമുക്ക് ആ ബാർ അങ്ങ് പോയി, പക്ഷെ കെക്ക് അവിടെ എപ്പോഴും ബാർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും കെ ബാർ ഇന്നർ പ്രോഡക്റ്റ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് വേരിയബിളിനുള്ളത് കോൺജുഗേറ്റ് ലീനിയാരിറ്റി ആണ്. ഫസ്റ്റ് വേരിയബിളിന് ലീനിയാരിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്പേസ് ലീനിയർ സ്പേസ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണം. ദിസ് ഫംഗ്ഷൻ defined from x cross x to k and satisfying these three properties: positive definiteness, linearity in the first variable, and conjugate symmetry. Okay, an inner product space is a linear space with an inner product on it. അപ്പോൾ ഒരു സ്പേസിൽ നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയിട്ട് മാറും. ഇത് നമുക്കൊരു ലെമ്മയാണുള്ളത്. Let this simple inner product be an inner product on linear space X. First one is polarization identity. For all xy belongs to X, 4 into inner product xy equal to inner product x plus y minus inner product x minus y plus I into inner product x plus iy minus I into inner product x minus iy. അപ്പോൾ ഫസ്റ്റ് വൺ മാത്രം നമുക്കിപ്പോൾ നോക്കാം. അതിൽ ഹിൻഡ് മാത്രം ഞാൻ പറയാം. ഇതിൻ്റെ RHS നമ്മൾ എഴുതുന്നു. അപ്പോൾ RHS എഴുതിയിട്ട് നമ്മൾ ഇതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം റൈറ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് എക്സ് പ്ലസ് വൈ എന്നുള്ളതിന് നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് എക്സ് എക്സ് പ്ലസ് inner product xy plus inner product yx plus inner product yy എന്ന് എഴുതാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ മൈനസ് ഉണ്ട്. ദെൻ inner product xx minus inner product xy minus inner product yx plus inner product yy. ഇവിടെ മൈനസ് ഓഫ് ആണ്. ഇവിടെയും അതേപോലെ തന്നെ എഴുതാൻ പറ്റും. ഇവിടെ I എന്ന് പറയുന്നത് നമ്മുടെ കെക്ക് ഇക്വലന്റ് ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വേരിയബിളിൽ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ നമ്മൾ ഐയെ പുറത്തെടുക്കുന്ന സമയത്ത് ആ ഐ ബാർ ആയിട്ട് മാറും. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന ടേംസ് എല്ലാം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് ഫോമിലായി കഴിയുമ്പോൾ നമുക്ക് ടേംസ് എല്ലാം കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 4
inner product xy plus inner product xy plus inner product xy plus inner product xy മാത്രമേ കിട്ടും. then നമുക്ക് ഈ ആൻസറിലേക്ക് എത്തിച്ചേരും. അപ്പം ഇതിന്റെ RHS എടുക്കുക, അതിനെ എക്സ്പാൻഡ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക, നമുക്ക് ആൻസർ 4 into inner product xy എന്ന് കിട്ടും. ഓക്കെ.